ഹായ്, നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വീഡിയോ ഷെയറിംഗ് ഇല്ല, നമുക്ക് ഡയറക്റ്റ് മാർക്കറ്റിൻ്റെ അനാലിസിസിലേക്ക് തന്നെ പോവാം. അപ്പോൾ ഒന്നാമത്തത് മാർക്കറ്റിലെ ഈ ഒരു റിസൾട്ട് സീസൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ റിസൾട്ടിൻ്റെ സിറ്റുവേഷൻസ് മിക്സഡ് ആണ്. ചില കമ്പനീസ് നല്ല റിസൾട്ട് ആയിരുന്നു, ചിലത് വളരെ ഫ്ലാറ്റായിട്ടുള്ള റിസൾട്ട് ആയിരുന്നു. മാർക്കറ്റ് മിക്സഡ് ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഒരു ഒപ്റ്റിമിസം മാർക്കറ്റിൽ കാണുന്നില്ല. അപ്പോൾ ഇന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമെന്നുള്ളത് മാർക്കറ്റിൽ ഇന്നലെ ഇതേ സംഭവം കാരണം വോളറ്റാലിറ്റി ഉണ്ടായിരുന്നു. അതേ വോളറ്റാലിറ്റി ഇന്നും മാർക്കറ്റിനകത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഒരു റെസിസ്റ്റൻസിലും. ഇത് ഇന്നലെ മാർക്കറ്റ് അനാലിസിസ്, ഒരു ട്രേഡിംഗ് അനാലിസിസ് ഷെയർ ചെയ്തിരുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് തന്നെ. സോ ഓപ്പൺ ചെയ്തതിന് ശേഷം റെസിസ്റ്റൻസിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ സാധിക്കാണ്ട് ഈ ഒരു ലെവലിലേക്ക് തിരിച്ച് വീഴാൻ ശ്രമിച്ചതാണ്. വീഴുന്നിട്ട് അതിനെയും ബ്രേക്ക് ചെയ്ത് താഴെ പോയി തിരിച്ച് ഈ ലെവലിനെ റെസിസ്റ്റൻസ് എടുത്ത് മേളിൽ വരാൻ ശ്രമിച്ചു. ഈ ഒരു ട്രേഡിന് വേണ്ടിയിട്ട് നടന്നില്ല. അതിനുശേഷം ഇത് താഴേക്ക് പോവുകയും ഈ ഒരു ട്രേഡിന് അനുകൂലമായിട്ടുള്ള ഒരു പാറ്റേൺ സെറ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഒരു ഡബിൾ ബോട്ടം വെച്ച് തിരിച്ച് വീണ്ടും ഇത് ഫൈറ്റ് ചെയ്ത് തിരിച്ച് ഇതേ ലൈനിൻ്റെ പുറത്ത് തന്നെ വരുന്നു. ബിക്കോസ് ആ നമ്പർ എന്ന് പറയുന്നത് 25,800 എന്ന് പറയുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഒരുപാട് സമയം താഴ്ന്ന് മേളിലോട്ട് വരാൻ നേരം ഈ നമ്പർ അവിടെ റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്തതാണ്. ഇപ്പോൾ വീഴാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ പിടിച്ച് നിൽക്കുവാണ് എന്നുള്ളതാണ് മാർക്കറ്റിൽ ശ്രമിക്കുക. ഇതിന് മുന്നേ ഒന്ന് വീഴുന്നപ്പോഴും തിരിച്ച് വീണ്ടും ഈ ലെവലിലേക്ക് തന്നെ വന്നു, ഇവിടെ തന്നെ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ നിഫ്റ്റി ഒന്ന് പിടിച്ച് നിൽക്കാനുള്ളൊരു ശ്രമത്തിലാണ്. പാനിക്കാണ്. ട്രംപ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വലിയ പിടിയില്ല. പക്ഷേ ഇന്നലെയൊക്കെ ടോക്കിനിടയിൽ വന്നിരിക്കുന്നത് മാർക്കറ്റിൽ നല്ല ന്യൂസാണ്. ജയ്ശങ്കർ, നമ്മുടെ എക്സ്റ്റേണൽ മിനിസ്റ്ററും അവിടുത്തെ കമ്മീഷണറുമായിട്ട് അത്യാവശ്യം നല്ലൊരു ടോക്കിലാണ് എന്നുള്ളൊരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ ബെറ്റർ ആവാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ഒപ്റ്റിമിസം ഉണ്ട്. ചിലപ്പോൾ ഇന്നത് റിഫ്ലക്റ്റ് ചെയ്തേക്കാം, അറിയില്ല. മാർക്കറ്റ് ഓപ്പൺ ചെയ്യട്ടെ. അപ്പോൾ ഇന്നലെ രാവിലെ ഓപ്പൺ ചെയ്തപ്പോൾ മാർക്കറ്റിൽ ഒരു വലിയൊരു സെൽ ഓഫ് കണ്ടിട്ട് ഞാൻ മാർക്കറ്റിലൊരു ഷോർട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫസ്റ്റ് ക്യാൻഡലിൽ തന്നെ ആ ഒരു ഷോർട്ടിങ് കഴിഞ്ഞു. അപ്പോൾ ഈ ട്രേഡ് എടുത്തതിന് ശേഷവും മാർക്കറ്റ് വീണ്ടും വീഴുന്ന ഒരു പൊട്ടൻഷ്യൽ കണ്ടപ്പോൾ വീണ്ടും ഒരു ട്രേഡ് കൂടെ എടുത്തു, അതിൽ ബുക്ക് ചെയ്തു. സോ 2 പൊസിഷൻ എടുത്ത് 2 ബുക്ക് ചെയ്ത് നിൽക്കുമായിരുന്നു. വീണ്ടും യഥാർത്ഥത്തിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ട്രേഡ് ഉണ്ട്. ഈ ക്യാൻഡലിന് താഴെ ക്ലോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, പക്ഷേ ക്യാൻഡിൽ ക്ലോസ് ചെയ്തോ അടുത്ത എൻട്രി എടുക്കുന്നതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോഴേക്കും തിരിച്ച് മാർക്കറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വന്ന ഒരു സിമെട്രിക് ട്രയാങ്കിൾ ഫോം ചെയ്ത് മാർക്കറ്റ് തിരിച്ചു പോകുന്നൊരു പാറ്റേൺ, തിരിച്ച് അതേ ഏരിയയിലേക്ക് തിരിച്ചു വരുന്നു. സോ തിരിച്ച് കയറുന്ന ഒരു സിറ്റുവേഷനിൽ വീണ്ടും ഒരു ട്രേഡ് കൂടെ എടുത്തു. ആ സമയത്ത് ലൈവിൽ നമ്മുടെ സ്റ്റുഡൻസ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രേഡും അവിടെ എടുത്ത് ക്ലോസ് ചെയ്തു. പിന്നീട് മാർക്കറ്റ് വീഴാൻ ശ്രമിച്ചു, വീണ്ടും വളരെ സ്ലോലി തിരിച്ച് വന്ന് ഈ ഒരു ലെവലിൽ നിന്നു. അപ്പോൾ ഗ്രൂപ്പിനുള്ളിൽ, അപ്പോൾ ലൈവിൽ നിന്ന് സ്റ്റുഡൻസിനോട് പറഞ്ഞിരുന്ന ഒറ്റ കാര്യമാണ്, ഈ ഒരു ലൈനിന് മേളിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിയാൽ നമുക്ക് അവിടെ മാർക്കറ്റിൽ ലോങ് പോകാനുള്ള സാധ്യതകൾ തുടങ്ങും. ഇതിനുശേഷം ഇത് കയറി പോകുന്നതിനനുസരിച്ച് ലോങ്ങിലേക്കുള്ള ഒരു യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളത് പോയില്ല, പകരം തിരിച്ച് താഴേക്ക് വന്നു. അപ്പോൾ ഒന്നുകിൽ ഇവിടെ നിന്ന് നമുക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റും, ഇതൊരു സ്വിങ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു, ഇവിടെ നിന്ന് ഷോർട്ട് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് താഴെ സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്ത് ഈ ഒരു ക്യാൻഡിലിൽ വേണമെങ്കിലോ ഇല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലോ ഒരു എൻട്രി ഉണ്ടായിരുന്നു. ഇതിൻ്റെ SL ഇവിടെയും ഇതിൻ്റെ ടാർഗറ്റ് 83,400 ആയിരുന്നു, അത് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷവും മാർക്കറ്റ് വല്ലാണ്ട് വോളറ്റൈൽ, വീണ്ടും താഴേക്ക് പോയി, എന്നിട്ട് അതുപോലെ തിരിച്ചു വന്നു ഈ ഒരു ലെവലിൽ വന്ന് ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. 83,700 എന്നുള്ള ഒരു ലെവലിൽ 83,800 ആ റേഞ്ച് അങ്ങനെ തന്നെ നിൽക്കുന്നു. അപ്പോൾ മാർക്കറ്റ് ഇന്ന് എവിടെ ഓപ്പൺ ചെയ്യുന്നു എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാങ്ക് നിഫ്റ്റി ITയും എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും ഇന്നത്തെ നിഫ്റ്റി സിറ്റുവേഷൻ സെറ്റ് ചെയ്യുക. ഇന്നലെ റിലയൻസ് കാരണം മാർക്കറ്റ് കംപ്ലീറ്റ്ലി താഴെ പോയി. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യുകയാണ്. ഇന്നലത്തെ ട്രേഡായിരുന്നു. ഓക്കെ, ഇനി റിലയൻസ്
റിലയൻസും ഒരു ഫാക്ടറാണ്, HDFC ബാങ്കും ഫാക്ടറാണ്. രണ്ട് പേര് താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ തിരിച്ചു വരണമെങ്കിൽ അവരിലൊരു തിരിച്ചു വരവ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഞാനവിടെ അനാലിസിസിൽ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ സെൻസെക്സിൻ്റെ ഇല്ലെങ്കിൽ നിഫ്റ്റിയുടെ അനാലിസിസ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മുടെ ഓക്കെ, ഭയങ്കര വോളറ്റൈലായിരുന്നു. ഇതിനകത്ത് ബുൾ സൈഡിൽ പോയ ആൾക്ക് SL അടിക്കുന്നുണ്ട്, ബെയർ സൈഡിൽ പോയ ആൾക്ക് SL അടിക്കുന്നുണ്ട്. ഇടയ്ക്കെപ്പോഴും ബെയർ സൈഡ് പോയി, ബെയർ സൈഡിൽ തന്നെ ഹോൾഡ് ചെയ്തിരുന്ന ആൾക്ക് തിരിച്ചു വന്ന് SL അടിച്ചു. നാളത്തേക്ക് ഹോൾഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്ന പൊസിഷനെല്ലാം SL അടിച്ചു പോയിട്ടുണ്ട്. സോ അങ്ങനെ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള മാർക്കറ്റാണ്. സ്കാൽപ്പ് ചെയ്ത ആൾക്കാർക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇൻട്രാഡേ ട്രേഡ് ചെയ്ത ഒരാൾക്ക് ഒരു 2 മണിക്കൂറൊക്കെ പൊസിഷൻ കീപ്പ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ എല്ലാ ട്രേഡും ഒരു 15-20 മിനിറ്റിനകത്ത് ട്രേഡ് ക്ലോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോവുകയാണ് മാർക്കറ്റ്. സോ ഭയങ്കര ട്രിക്കി ആയിട്ടുള്ളൊരു മാർക്കറ്റായിരുന്നു. നമുക്ക് വലിയ പ്രശ്നങ്ങൾ വരാണ്ട് പോയി, ബിക്കോസ് നമ്മൾ സ്കാൽപ്പ് ചെയ്തതാണ്. 2 ക്യാൻഡിലിൽ നമ്മുടെ ട്രേഡ് തീരുന്നുണ്ടായിരുന്നു. അങ്ങനെ ട്രേഡ് ചെയ്യുന്നവർക്ക് വലിയ പ്രശ്നം അവിടെ വന്നില്ല. സോ അതുകൊണ്ട് പ്രോഫിറ്റിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻട്രാഡേ ആണ് ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്നലത്തെ ദിവസം ലോസിൽ ക്ലോസ് ചെയ്യേണ്ടി വരും. മാർക്കറ്റ് അത്രത്തോളം ഹൈ വോളറ്റൈലാണ്. ഓക്കെ, ബിക്കോസ് മാർക്കറ്റിൽ തീരുമാനമില്ല എങ്ങോട്ട് പോകണം എന്നുള്ളത്. നമുക്ക് ക്രൂഡ് ഓയിലിലേക്ക് വരാം. ക്രൂഡ് ഓയിലിൽ ഇത് ഒരു അനാലിസിസ് ഷെയർ ചെയ്തിരുന്നതാണ്. ഞാൻ അറ്റ്ലീസ്റ്റ് 15 മിനിറ്റിലേക്കെങ്കിലും വരട്ടെ, എങ്കിലേ അനാലിസിസ് കൃത്യമായി പറഞ്ഞുതരാം. ഓക്കെ, മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസിൽ തട്ടി അത്യാവശ്യം താഴ്ന്നു വന്നതാണ്, അല്ലെ, നല്ല താഴ്ന്നു വന്നതാണ്. അപ്പോൾ ഇതൊരു ഫ്ലാഗ് പോലെ വർക്ക് ചെയ്ത് താഴെ വന്ന് തട്ടി ഇനി ഇത് തിരിച്ചിവിടെ നിന്ന് ബയ്യർ വന്നു കഴിഞ്ഞാൽ കയറി ഇവിടെ ക്ലോസ് ചെയ്ത് ഇവിടെ റീടെസ്റ്റ് ചെയ്ത് കയറും എന്നാണ് ദേ ഇവിടെ വരച്ചിരിക്കുന്നത്, അല്ലേ. ഇതിനെ ഞാൻ ഇങ്ങോട്ട് മാറ്റിയാൽ ഇത് സംഭവിച്ചു എന്നുള്ളതാണ് അവിടെ നടന്നത്. ഓക്കെ, ഇന്നലെ ക്രൂഡ് ഓയിൽ നല്ലൊരു മുന്നേറ്റം നടത്തുന്നുണ്ടായിരുന്നു. ഞാൻ പേഴ്സണലി കാണുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതിൻ്റെ എൻട്രി എടുക്കാൻ പോയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഇനി അടുത്ത നെഗറ്റീവ് സൈഡാണെങ്കിൽ ഈ ഒരു ലെവലാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് അടുത്ത നെഗറ്റീവ് സൈഡിനെ കുറിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, നെഗറ്റീവ് ഏരിയ ഇവിടെ നിന്ന് മാത്രം ഉള്ള ഒരു പാറ്റേൺ ആണ്. ഓക്കെ, അപ്പോൾ ബുള്ളിഷ് സൈഡിലേക്കാണെങ്കിലോ 55-64 മേളിലാണ് ഒരു അടുത്തൊരു ട്രേഡ് ഇരിക്കുന്നത്. 5600 മേളിലേക്കുള്ള 624 മേളിലേക്കുള്ള ഒരു ട്രേഡാണ് അടുത്തൊരു ട്രേഡ് കിടക്കുന്നത്. സോ ഈ 2 അനാലിസിസും നോക്കി വയ്ക്കുക. മാർക്കറ്റ് ആദ്യം ഓപ്പൺ ചെയ്ത് സൈഡ് വേസ് പോകുന്നെങ്കിൽ പോട്ടെ, എന്നിട്ട് മാർക്കറ്റ് കയറി പോകാനുള്ള ഒരു സാധ്യത കാണിക്കും. ഇല്ല, ബാഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്തോട്ടെ. സോ ഇതാണ് ഇതിൻ്റെ ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത്. കൂടെ പോവുക. ഓക്കെ, അടുത്ത് നാച്ചുറൽ ഗ്യാസ് ഒരു ബുള്ളിഷ് മൊമെൻറ്റം തന്നു. ഇതുപോലെ നമ്മളിങ്ങനെ കയറി വന്ന് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്ത് റെസിസ്റ്റൻസ് എടുത്ത് പോവും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അതേ സ്പീഡിൽ അതിനേക്കാളും ഡബിളായിട്ട് സെൽ ഓഫ് വന്ന് എവിടെ നിന്നാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ ഇന്നും നിൽക്കുവാണ്. സോ ആ ഒരു സിറ്റുവേഷൻ നിൽക്കട്ടെ. ഇപ്പോൾ ഈ മാർക്കറ്റ് കൺഫ്യൂസ്ഡ് ആണ്. ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് സൈഡ് വേസ് പോവുകയാണ്. സോ സൈഡ് വേസ് പോട്ടെ, അതിനുശേഷം നമുക്ക് ആലോചിക്കാം. നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനകത്ത് ഉണ്ട്, ജോയിൻ ചെയ്യുക. അവിടെ ഗ്രൂപ്പിൽ എല്ലാവരും സംസാരിക്കുന്നുണ്ട്, റിയൽ ടൈമിൽ മാർക്കറ്റ് അനാലിസിസ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ കൂടെ നിങ്ങൾക്കും അനാലിസിസ് പഠിച്ച് പോകാമെന്നുള്ളതാണ്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ കയറുക, അവിടെ നമുക്ക് ചാറ്റ് ചെയ്യുക. അവിടെ എന്നെ ടാഗ് ചെയ്താൽ മതി, നിങ്ങളുടെ ഡൗട്ട്സ് അഡ്രസ്സ് ചെയ്യുന്നുണ്ടാവും. സോ ടേക്ക് കെയർ. നാളെ അവധിയാണ്. സോ ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ്, സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. മാർക്കറ്റ് എക്സ്ട്രീംലി വോളറ്റൈലാണ്, എല്ലാ ഡയറക്ഷനിലോട്ടും മാർക്കറ്റ് പോകുന്നുണ്ട്. സോ കൃത്യമായും ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുക. 300-500 പോയിൻ്റ് എടുക്കണമെന്ന് നിർബന്ധമില്ല. 50-ൻ്റെ 3-4 ട്രേഡ് എടുത്താലും അവിടെ 200 ആവുന്നുണ്ടാവും. So plans for a better, safer trades. Trade safe. Take care. Bye.